ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാസ്കോഡഗാമയെ കുറിച്ചിട്ടാണ്. വാസ്കോഡഗാമ എന്ന വ്യക്തി PSC പരീക്ഷകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വാസ്കോഡഗാമ എന്ന ഭാഗം സെറ്റ് ആക്കിയിട്ടേ പോകും. ഇനി ഏതൊരു പരീക്ഷ വന്നാലും വാസ്കോഡഗാമ എന്ന ഭാഗത്ത് നിന്നും എന്തൊരു ചോദ്യം വന്നാലും അത് സ്റ്റേറ്റ്മെന്റ് ആയാലും വൺ വേർഡ് ആയാലും നിങ്ങൾക്ക് ഒരു സംശയവും കൂടാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരലല്ല, നിങ്ങളെ പഠിപ്പിക്കലാണ് എൻ്റെ ദൗത്യം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ആരാണ് വാസ്കോഡഗാമ എന്നറിഞ്ഞിരിക്കണം. ആരാണ് വാസ്കോഡഗാമ? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാസ്കോഡഗാമയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാസ്കോഡഗാമയാണ്. എന്നാൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ അതാരാവും? അത് പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ, ചോദ്യം ശ്രദ്ധിക്കണം, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ, വിദേശത്തുള്ള ആൾക്കാർ, വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. മാറിപ്പോരുത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. എന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത്? വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20-നാണ്. എപ്പോഴാണ്? 1498 മെയ് 20-നാണ് വാസ്കോഡഗാമ കേരളത്തിലെ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഓക്കെ, അപ്പൊ വാസ്കോഡഗാമ എന്നാണ് യാത്ര തിരിച്ചത്? വാസ്കോഡഗാമ 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. ഓക്കെ, 1497 വാസ്കോഡഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? നമുക്കറിയാം 1498 മെയ് 20-നാണ് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അറിയാലോ. അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? വാസ്കോഡഗാമ ഈ വഴി കണ്ടുപിടിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ വാസ്കോഡഗാമ ഈ വഴി അറിഞ്ഞിട്ടുള്ള വരവല്ലല്ലോ. വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള വഴി അറിഞ്ഞിട്ടുള്ള വരവല്ല. അപ്പൊ എന്താണ്? കപ്പൽ യാത്രയാണ്. അപ്പൊ അതിന് ഒരുപാട് സമയം പിടിക്കും ഇല്ലേ? അപ്പൊ നമുക്ക് എന്താലോചിച്ച് വെക്കാം? ഒരു വർഷം എടുത്തു. വാസ്കോഡഗാമ ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്താൻ ഒരു വർഷം എടുത്തു എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1498 മെയ് 20-ന് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി എന്നത് നമ്മൾ പഠിച്ചാൽ ഏത് വർഷമാണ് ലിസ്ബണിൽ നിന്നും വാസ്കോഡഗാമ യാത്ര തിരിച്ചത്? 1497. ഓക്കെ, 1497 ലിസ്ബണിൽ നിന്നും വാസ്കോഡഗാമ യാത്ര തിരിച്ചത്. ഓക്കെ, 1497. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വാസ്കോഡഗാമ 1498 മെയ് 20-നാണ് കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഇനി വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ എന്നാണ്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. ഇനി വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റു രണ്ട് കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ്. സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റ് രണ്ട് കപ്പലുകൾ. പേര് കേട്ട് ടെൻഷൻ ആവുന്നു വേണ്ട. നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല സെറ്റ് ആയി തന്നെ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ അല്ലെ? വാസ്കോഡഗാമ ഏത് വർഷമാണ് ലിസ്ബണിൽ നിന്നും എവിടെ നിന്നും യാത്ര തിരിച്ചു എന്ന് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വരും. എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നുമാണ്. ഓക്കെ, വാസ്കോഡഗാമ എവിടെ നിന്നാണ് യാത്ര തിരിച്ചത്? 1497. അവിടെയും ഡൗട്ട് വരും. 1498 വാസ്കോഡഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ വന്ന എന്താണ്? തെറ്റാണ്. 1497 വാസ്കോഡഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. 1498 മെയ് 20-നാണ് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ് അല്ലെ? ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളുമാണ്. ഓക്കെ, ഇനി യൂറോപ്യന്മാർ വന്ന കാലഘട്ടം പഠിക്കട്ടെ. മീൻസ്
ഓർഡറിൽ പഠിക്കണ്ടേ? ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, അങ്ങനെ ഓർഡറിലാണ് ഇന്ത്യയിൽ എത്തിയത്. അപ്പൊ യൂറോപ്യന്മാരുടെ ഒരു ഓർഡർ നമുക്ക് പഠിക്കണ്ടേ? നമ്മളൊരു കോഡ് പഠിച്ചു വെക്കാം. പോ ഡാ ബി ഫ്രൈ അല്ലെ, പോ ഡാ ബി ഫ്രൈ എന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പോ എന്താണ്? പോർച്ചുഗീസുകാർ. പോ ഡാ എന്താണ്? ഡച്ചുകാരാണ്. പോ ഡാ ബി ബ്രിട്ടീഷുകാർ, ഫ്രൈ ഫ്രഞ്ചുകാർ. പോ ഡാ ബി ഫ്രൈ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ യൂറോപ്യന്മാരുടെ ക്രമമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിയ യൂറോപ്യന്മാരുടെ ക്രമം ഇങ്ങനെയാണ്. പോ ഡാ ബി ഫ്രൈ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഓക്കെ, ആദ്യം ഇന്ത്യയിൽ എത്തിയതും അവസാനം ഇന്ത്യ വിട്ട് പോയതുമായ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ആദ്യം ഇന്ത്യയിൽ എത്തിയതും അവസാനം ഇന്ത്യ വിട്ട് പോയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ഓക്കെ അല്ലേ? ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയെ ആരാണ് ഇന്ത്യയിലേക്ക് അയച്ചത്? വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ രാജാവാണ്. എപ്പോഴാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്? എവിടെ നിന്നാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്? 1497 പഠിച്ചല്ലോ. 1497 ലിസ്ബണിൽ നിന്നും 1497 അവിടുന്ന് യാത്ര. ഒരു വർഷം വേണ്ടി വന്നു. കടൽ മാർഗമാണ് വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു ജംഗ്ഷൻ അപ്പുറത്തെ ജംഗ്ഷനിലേക്ക് പോണ പോലെ ഓട്ടോറിക്ഷയിലല്ല പോണത്. കടൽ മാർഗം ഒരു രാജ്യത്ത് നിന്നും വേറെ രാജ്യത്തിലേക്ക് വരികയാണ്. അപ്പൊ ഈ മാർഗം അറിയില്ല, കടൽ മാർഗം അറിയില്ല, ആ വഴി അറിയില്ലല്ലോ. അപ്പോ ആ ഒരു വഴി കണ്ടുപിടിക്കാൻ വാസ്കോ ഡ ഗാമക്ക് അത്രയും സമയം വേണ്ടി വന്നു. നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു വർഷം വേണ്ടി വന്നു. അപ്പൊ 1497 അവിടെ നിന്നും യാത്ര തിരിച്ചു. 1498 മെയ് 20 ഡേറ്റ് പഠിച്ചു വെക്കണം. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് നമ്മൾ പഠിച്ചു അല്ലെ. സെന്റ് ഗബ്രിയൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയൽ എന്നാണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ. എന്താണ്? സെന്റ് ഗബ്രിയൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. ഇനി വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് രണ്ട് കപ്പലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് എന്ന് ചോദിക്കും. അതാരാണ്? അൽവാരോ വെൻഹോവ് ആണ്. ആരാണ്? അൽവാരോ വെൻഹോവ് ആണ് വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഓക്കെ, വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. അപ്പൊ ഇതുവരെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്താണ്? 1400 എപ്പോഴാണ് വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്നും അല്ലെ, ലിസ്ബണിൽ നിന്നുമാണ് യാത്ര തിരിച്ചത്. എപ്പോഴാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്? 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വാസ്കോ ഡ ഗാമ എപ്പോഴാണ് കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്? 1498 മെയ് 20 അതുവരെ ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പ്രധാനമായിട്ട് എന്ത് പഠിച്ചു? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാസ്കോ ഡ ഗാമയാണ് അല്ലേ. വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒക്കെ അറിയാം അത് പോർച്ചുഗീസുകാരാണ്. അവരുടെ ക്രമം നമ്മൾ പഠിച്ചു അല്ലെ. യൂറോപ്യന്മാരുടെ ക്രമം നമ്മൾ പഠിച്ചതല്ലേ. പോ ഡാ ബി ഫ്രൈ അല്ലെ. പോ പോർച്ചുഗീസുകാർ, ഡാ ഡച്ചുകാർ, ബി ബ്രിട്ടീഷുകാർ, ഫ്രൈ ഫ്രഞ്ചുകാരാണ്. ഓക്കെ, പോ ഡാ ബി ഫ്രൈ അങ്ങനെ പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര്? കൺഫ്യൂഷൻ ഒരിക്കലും നിങ്ങൾക്ക് വരരുത്. അതിനാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ പോർച്ചുഗീസുകാരല്ല, യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ഓക്കെ, അറബികളാണ്. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര്? പോർച്ചുഗീസുകാരാണ്. ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ 1497 ഇപ്പൊ വർഷം ക്ലിയർ അല്ലേ. 1497 വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. 1497 ലിസ്ബണിൽ നിന്നും, എവിടെ നിന്നുമാണ്? ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്. എപ്പോഴാണ് ഇവിടെ എത്തിയത്? കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയ ദിവസം നമ്മൾ പഠിച്ചതല്ലേ. 1498 പോരട്ടെ, 1498 മെയ് 20 ഓക്കെ അല്ലേ. അപ്പൊ വർഷവും ഡേറ്റും ഒക്കെ ക്ലിയർ ആയി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാസ്കോ ഡ ഗാമയെ ആരാണ് ഇന്ത്യയിലേക്ക് അയച്ചത്? ആരാണ്? മാനുവൽ രാജാവ്. ആരാണ്? മാനുവൽ രാജാവ് അല്ലെ. മാനുവൽ രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും മാനുവൽ രാജാവാണ്. അപ്പൊ വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാന്ന് പഠിച്ചല്ലോ. ആരാണ്? മാനുവൽ രാജാവാണ്.
രാജാവാണ്. ഇനി വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? പഠിച്ചോ? വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താ? സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റ് രണ്ട് കപ്പലുകളാണ് സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. അത് രണ്ടും കിട്ടിയല്ലോ, കപ്പലുകളുടെ പേരും കിട്ടിയല്ലോ. അപ്പൊ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ മറക്കരുത്, സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റ് രണ്ട് കപ്പലുകളാണ് സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. ഇനി വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാ? വാസ്കോഡഗാമക്കൊപ്പം ഒരാളും കൂടി വന്നു. വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് എന്ന് ചോദിച്ചാൽ അത് അൽവാരോ വെൻഹോവ് ആണ്. ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. അതെന്താണ്? വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ആര്? അൽവാരോ വെൻഹോവ്. ക്ലിയർ അല്ലേ? അൽവാരോ വെൻഹോവ് ആണ് വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഇനി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോക്കാം. എപ്പോഴാണ് വാസ്കോഡഗാമ യാത്ര തിരിച്ചത്? എപ്പോഴാണ് വാസ്കോഡഗാമ യാത്ര തിരിച്ചത്? 1497 പിന്നെ ആരാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്? കിട്ടിയില്ലേ? ആരാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്? മാനുവൽ രാജാവാണ്. അതും നിങ്ങൾക്ക് കിട്ടി. പിന്നെന്താണ്? വാസ്കോഡഗാമ എന്നാണ് കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്? 1498 മെയ് 20 ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ, അതായിരിക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുക. എന്താണ്? സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. വാസ്കോഡഗാമയെ പിന്തുണച്ച കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ, സെന്റ് റാഫേൽ ദി ബെറിയോ, സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റ് രണ്ട് കപ്പലുകൾ. അതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. ഇനി നമുക്ക് പോയിന്റ്സ് നോക്കാം. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോഡഗാമ. 1498 മെയ് 20 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് അല്ലെ? വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20 അപ്പൊ 1497 എന്തായിരുന്നു? വാസ്കോഡഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. ഓക്കെ, വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ്. എന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ്. അതുവരെ സെറ്റ് അല്ലേ? ഇനി വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ? സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ എന്നും അറിയപ്പെടുന്നു. സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. അനുഗമിച്ച കപ്പലുകൾ, വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റു രണ്ട് കപ്പലുകളാണ് സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. ഇതുവരെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആണ് അല്ലെ? ഇനി തെറ്റൂലല്ലോ. വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി യൂറോപ്പിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യ നാവികനാണ് വാസ്കോഡഗാമ. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി യൂറോപ്പിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യ നാവികൻ ആര് എന്ന് ചോദിച്ചാലും ആരാണ്? വാസ്കോഡഗാമയാണ്. നമുക്ക് അറിയാലേ വാസ്കോഡഗാമ. കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോഡഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരി ആരാണ്? അബ്ദുൽ മണിക്. ആരാണ്? അബ്ദുൽ മണിക് ആണ്. കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോഡഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരി ആരാന്ന് ചോദിച്ചാൽ അബ്ദുൽ മണിക് ആണ്. പഠിക്കണം, അബ്ദുൽ മണിക് ആണ്. ആരാണ്? അബ്ദുൽ മണിക്. കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോഡഗാമയെ സഹായിച്ച ഗുജറാത്തി ആരാണ്? അബ്ദുൽ മണിക് ആണ്. വാസ്കോഡഗാമയുടെ സന്ദർശന വേളയിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപമാണ്. ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. നെടിയിരുപ്പ് സ്വരൂപം. ഓക്കെ, വാസ്കോഡഗാമയുടെ സന്ദർശന വേളയിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. വാസ്കോഡഗാമയുടെ സന്ദർശന വേളയിൽ എവിടെയാണ്? കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് നെടിയിരുപ്പ് സ്വരൂപം. ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോഡഗാമ ആദ്യം സമീപിച്ച കേരളീയ രാജാവ്. ചോദ്യം ശ്രദ്ധിക്കണം, ആദ്യം സമീപിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് സാമൂതിരിയാണ്. എന്താണ്? ചരക്കുകൾക്കായി ആദ്യം സമീപിച്ച കേരളീയ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് സാമൂതിരിയാണ് ആദ്യം സമീപിച്ചത്. എന്നാൽ സാമൂതിരി അതിനെ എതിർത്തു. സാമൂതിരി നിരസിച്ചു അല്ലെ? സാമൂതിരി വാസ്കോഡഗാമയെ നിരസിച്ചു. അപ്പൊ എന്താണ്? ആദ്യം കണ്ടുമുട്ടിയത് അല്ലെ? ആദ്യം കണ്ടുമുട്ടിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സാമൂതിരിയാണ്. ഓക്കെ, ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോഡഗാമ ആദ്യം സമീപിച്ചത് ഏത് രാജാവിനെയാണ്? സാമൂതിരിയാണ്. എന്നാൽ സാമൂതിരി എന്ത് ചെയ്തു? അത് നിരസിച്ചു. ഓക്കെ, സാമൂതിരി അത് നിരസിക്കുകയാണ് ചെയ്തത്. ആദ്യ സന്ദർശന വേളയിൽ വാസ്കോഡഗാമക്ക് ആവശ്യമായ ചരക്കുകൾ നൽകിയ കേരളീയ രാജാവ് ആരാണ്? അതിൽ ഉത്തരല്ല, അത് നമുക്ക്
ടെലിഗ്രാമിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഉത്തരം കൊടുക്കുക. ഓക്കെ, ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾ നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് കോലത്തിരിയാണ്. ആരാണ്? കോലത്തിരിയാണ് കേട്ടോ. കോലത്തിരി രാജാവാണ്. ആദ്യ സന്ദർശന വേളയിൽ വാസ്കോഡ ഗാമക്ക് ആവശ്യമായ ചരക്കുകൾ നൽകിയ കേരളീയ രാജാവ് ആരാണ്? കോലത്തിരി. എന്നാൽ ആദ്യം സമീപിച്ചത് ആരെയായിരുന്നു? ആദ്യം സമീപിച്ചത് ആരെ? ചോദ്യം ശ്രദ്ധിച്ച് തന്നെ വായിക്കണം, നമുക്ക് കൺഫ്യൂഷൻ വരരുത്. എന്താണ് സ്റ്റേറ്റ്മെന്റ് വന്നാലും നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ചരക്കുകൾ നൽകിയത് സാമൂതിരിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ആദ്യം ചരക്കുകൾ നൽകിയത് ആരാണ്? കോലത്തിരിയാണ്. ഓക്കെ, സാമൂതിരിയാണ് ആദ്യം സമീപിച്ചത്. എന്നാൽ സാമൂതിരി എന്ത് ചെയ്തു? അത് നിരസിച്ചു. സാമൂതിരി എതിർത്തു, നടക്കില്ലല്ലോ. അപ്പൊ സാമൂതിരി നിരസിച്ചു. അതിനുശേഷം ആരെ കണ്ടുമുട്ടി? കോലത്തിരിയാണ് കണ്ടുമുട്ടിയത്. കോലത്തിരിയാണ് ചരക്കുകൾ നൽകിയത്. അപ്പൊ ആദ്യ സന്ദർശന വേളയിൽ വാസ്കോഡ ഗാമക്ക് ആവശ്യമായ ചരക്കുകൾ നൽകിയ കേരളീയ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? കോലത്തിരിയാണ്. ചോദ്യം ശ്രദ്ധിക്കണം, ചരക്കുകൾ നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അത് കോലത്തിരിയാണ്. ഓക്കെ, കോലത്തിരിയാണ്. എന്നാൽ ആദ്യം പോയി സന്ദർശിച്ചത്, ആദ്യം സമീപിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് സാമൂതിരിയാണ്. ഓക്കെ, സാമൂതിരിയുടെ ഭാഗത്തു നിന്നും സ്ഥിരം വരുന്ന ഒരു ചോദ്യമല്ലേ, സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരാണ്? കുഞ്ഞാലി മരക്കാർ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം, നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യ സന്ദർശന വേളയിൽ വാസ്കോഡ ഗാമക്ക് എത്ര മടങ്ങ് ലാഭമാണ് ലഭിച്ചത്? എത്ര മടങ്ങ് ലാഭമാണ് വാസ്കോഡ ഗാമക്ക് സഞ്ചാരത്തിന്? ഇപ്പൊ ഉദാഹരണത്തിന് സഞ്ചാരത്തിന് 1000 രൂപ വാസ്കോഡ ഗാമ ഇറക്കിയെന്ന് വിചാരിക്കുക. വാസ്കോഡ ഗാമ 60 മടങ്ങ് 60,000 രൂപ കൊണ്ടാണ് തിരിച്ചു പോയത്. ഓക്കെ, അപ്പൊ വാസ്കോഡ ഗാമക്ക് എത്ര മടങ്ങ് ലാഭമാണ് കിട്ടിയത്? 60. ഓക്കെ, 60 മടങ്ങ് ലാഭമാണ് കിട്ടിയത്. വാസ്കോഡ ഗാമ എത്രയാണോ യാത്രാ ചെലവിനായിട്ട് എടുത്തത് ആ ചെലവിന്റെ 60 മടങ്ങുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്. എപ്പോഴാണ് വാസ്കോഡ ഗാമ തിരിച്ച് ലിസ്ബണിൽ എത്തിയെന്നറിയോ? 1499. ഈ 3 വർഷങ്ങളും അടുപ്പിച്ചിട്ടല്ലേ. അപ്പൊ നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. 1499 വാസ്കോഡ ഗാമ തിരിച്ചുപോയി. വാസ്കോഡ ഗാമ മടങ്ങി പോകുമ്പോൾ എത്ര മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്? 60 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്. അവിടെ വാസ്കോഡ ഗാമക്ക് നല്ലൊരു വരവേൽപ്പൊക്കെ കിട്ടിയെന്നാണ് നമ്മൾ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ലൊരു വരവേൽപ്പ് തന്നെ കിട്ടി. കാരണം എന്താ? ഇന്ത്യ കണ്ടെത്തി, ഇന്ത്യയിലേക്ക് ചെന്നു. ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. അതും പിന്നെന്താണ്? 60 മടങ്ങ് ലാഭവുമായിട്ടാണ് തിരിച്ച് തന്റെ നാട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഭയങ്കരമായ ഒരു സ്വീകരണമാണ് വാസ്കോഡ ഗാമക്ക് അന്ന് അവിടെ ലഭിച്ചതെന്നാണ് ചരിത്രത്തിലൊക്കെ കാണപ്പെടുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. എത്ര മടങ്ങാണ്? 60 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ പോയത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം, കാരണം ചോദ്യം വരും. 100 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്. സ്റ്റേറ്റ്മെന്റ് വരും, തെറ്റാണ്. നമ്മൾ എന്തറിഞ്ഞു വെക്കണം? 60 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്. ഓക്കെ, ആദ്യ സന്ദർശന വേളയിൽ വാസ്കോഡ ഗാമക്ക് എത്ര മടങ്ങ് ലാഭമാണ് ലഭിച്ചത്? 60 മടങ്ങ്. ഓക്കെ ആണല്ലോ. കേരളത്തിലെത്തിയ വർഷങ്ങൾ. വാസ്കോഡ ഗാമ ഒരു തവണയല്ല കേരളത്തിൽ വന്നിട്ടുള്ളത്, 3 തവണ വന്നിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? 1498, അതിനുശേഷം 1502, അതിനുശേഷം 1524. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. ഓക്കെ, അപ്പൊ 1524 ആണ് അവസാനമായിട്ട് എത്തിയത്. അതിനു മുമ്പ് എപ്പോഴൊക്കെയാണ്? 1498. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 1502. പിന്നെ എപ്പോഴാണ്? 1524. അതുവരെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ വാസ്കോഡ ഗാമ എത്ര തവണ കേരളം സന്ദർശിച്ചു എന്ന ചോദ്യം വന്നാലും നമുക്ക് കിട്ടുവേ. എത്രയാണ്? 3 തവണയാണ് അല്ലേ? 1498, 1502, 1524. ഇതുവരെ പെർഫെക്റ്റ് അല്ലേ? അപ്പൊ പറയും, ആരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ? നമുക്കൊക്കെ അറിയാം, അത് വാസ്കോഡ ഗാമയാണ് അല്ലേ? ആരാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്? അത് മാനുവൽ രാജാവാണ് അല്ലേ? വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവ്. അതുവരെ നമുക്ക് പെർഫെക്റ്റ് ആയില്ലേ? വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചതും നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര്. അതിനു മുമ്പ് നമ്മൾ വർഷങ്ങൾ അറിയണ്ടേ? എപ്പോഴാണ് വാസ്കോഡ ഗാമ അവിടെ നിന്നും യാത്ര തിരിച്ചത്? 1497 ലിസ്ബണിൽ നിന്നും. ആ പേര് പഠിച്ചു വെക്കണം. എവിടെ നിന്നുമാണ്? ലിസ്ബൺ. ഓക്കെ, ലിസ്ബണിൽ നിന്നും 1497 വാസ്കോഡ ഗാമ യാത്ര തിരിച്ചത്. ഇനി ഞാൻ പറഞ്ഞു തരേണ്ടി വരില്ല, നിങ്ങൾക്ക് വർഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. 1497 അവിടുന്ന് യാത്ര തിരിച്ചത്. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലില്ലേ? ഇനി എപ്പോഴാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയത്? 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. ഇനി വാസ്കോഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ, ദി ബെറിയോ എന്നീ കപ്പലുകളാണ്. വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് എന്ന് ചോദിച്ചാൽ അത് അൽവാരോ വെൻഹോവ് ആണ്. കിട്ടുന്നുണ്ട് അല്ലേ? അൽവാരോ വെൻഹോവ് ആണ് വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. അതുവരെ സെറ്റ് അല്ലേ? ഇനി വാസ്കോഡ ഗാമയെ കോഴിക്കോട് സന്ദർശിക്കാനായി സഹായിച്ച ഗുജറാത്തി വ്യാപാരി ആരാണ്? അബ്ദുൽ മണിക്. ഓക്കെ, ഗുജറാത്തി വ്യാപാരി ആരാന്ന് ചോദിച്ചാൽ അബ്ദുൽ മണിക് ആണ്.
സഹായിച്ച ഗുജറാത്തി വ്യാപാരി. കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോഡ ഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരിയാണ് അബ്ദുൽ മണിക്. പേര് പഠിക്കണം, അബ്ദുൽ മണിക്. ഓക്കെ, വാസ്കോഡ ഗാമയുടെ സന്ദർശന വേളയിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപമാണ് അല്ലെ, നെടിയിരുപ്പ് സ്വരൂപം. ഓക്കെ, ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോഡ ഗാമ ആദ്യം പോയി സമീപിച്ചതാരാണ്? ഞാൻ പറഞ്ഞു, ആദ്യം പോയിട്ട് ഒരാളെ സമീപിച്ചു, ഒരു രാജാവിനെ. കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ്. അപ്പൊ സാമൂതിരിയെ ആദ്യം പോയി സമീപിച്ചു. ഓക്കെ, അപ്പൊ സാമൂതിരി എന്ത് ചെയ്തു? അത് നിരസിച്ചു, നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തതായിട്ട് ആരാണ്? കോലത്തിരിയാണ് ചരക്കുകൾ നൽകിയത്. ചോദ്യം രണ്ട് രീതിയിൽ വരും. ആദ്യം പോയി സമീപിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? സാമൂതിരിയാണെങ്കിൽ ആദ്യം ചരക്കുകൾ നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് കോലത്തിരിയാണ് കേട്ടോ. ഓക്കെ, ആദ്യ സന്ദർശന വേളയിൽ വാസ്കോഡ ഗാമക്ക് എത്ര മടങ്ങ് ലാഭമാണ് ലഭിച്ചത്? നമ്മൾ പഠിച്ചതാണല്ലേ, എത്ര? 60 മടങ്ങ്. കൃത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, 60 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്. കേരളത്തിലെത്തിയ വർഷങ്ങൾ നമ്മൾ പഠിച്ചു. 3 തവണയാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നിട്ടുള്ളത്. 1498, 1502, 1524 എന്നാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്. 1524. രണ്ടിലും ഒരു 24 ഉണ്ട്. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. രണ്ടാം സന്ദർശനത്തിൽ വാസ്കോഡ ഗാമയുടെ കപ്പൽ അടുപ്പിച്ച ദ്വീപ് ഏതാണ്? അഞ്ചി ദ്വീപാണ്. ഏതാണ്? അഞ്ചി ദ്വീപ്. വാസ്കോഡ ഗാമയുടെ കപ്പൽ അടുപ്പിച്ച ദ്വീപ് രണ്ടാം സന്ദർശന വേളയിൽ. എപ്പോഴായിരുന്നു രണ്ടാം സന്ദർശനം? 1502 അപ്പോ അടുപ്പിച്ച ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചി ദ്വീപാണ്. വാസ്കോഡ ഗാമ വൈസ്രോയി ആയി കേരളത്തിലെത്തിയ വർഷം. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയ ശേഷം കേരളത്തിലെത്തിയത് എപ്പോഴാണ്? 1524. ഓക്കെ, 1524 വാസ്കോഡ ഗാമ വൈസ്രോയി ആയി കേരളത്തിൽ എത്തിയത്. വാസ്കോഡ ഗാമ അന്തരിച്ചത് എപ്പോഴാണ്? 1524 ഡിസംബർ 24. അതുവരെ സെറ്റ് അല്ലേ? 1524 വർഷങ്ങളൊക്കെ നമുക്ക് സെറ്റാണ്, പേടിക്കൊന്നും വേണ്ട, വർഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. എപ്പോഴാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്? 1498 മെയ് 20 വാസ്കോഡ ഗാമ എപ്പോഴാണ് ആദ്യ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോയത് അല്ലെങ്കിൽ ലിസ്ബണിൽ എത്തിയത് എപ്പോഴാണ്? 1499. അതും സെറ്റല്ലേ? വാസ്കോഡ ഗാമ എത്ര തവണ കേരളം സന്ദർശിച്ചു? 3 തവണയാണ്. ഏതൊക്കെയാണ്? 1498, 1502, 1524. അങ്ങനെ 3 തവണ വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ചു. ഓക്കെ, ആ വർഷം ക്ലിയർ ആണ്. ഇനി വാസ്കോഡ ഗാമ അന്തരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാലും 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെയാണ്? സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയിലാണ്. സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് ആദ്യം അടക്കം ചെയ്തത്. പ്രത്യേകം പഠിക്കണം, ആദ്യം അടക്കം ചെയ്തത്. എന്നാൽ പിന്നീട് വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയി? ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. എപ്പോഴാണ്? 1539 ലിസ്ബണിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്, കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്, ലിസ്ബണിലേക്ക് കൊണ്ടുപോയത് എപ്പോഴാണ്? 1539. ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രൽ എവിടെയാണ്? ലിസ്ബണിലാണ്. ലിസ്ബണിലാണ് നമ്മൾ പഠിച്ചു. ആ പള്ളിയുടെ പേരാണ് ജെറോണിമസ് കത്തീഡ്രൽ. ഓക്കെ, ഇന്ത്യ ചരിത്രത്തിൽ യൂറോപ്യൻ കോളനി യുഗത്തിന് തുടക്കം കുറിച്ചു. ആരാണ് തുടക്കം കുറിച്ചത്? അത് വാസ്കോഡ ഗാമയാണ്. അത് പ്രത്യേകം ഒന്ന് അറിഞ്ഞു വെക്കേണ്ട പോയിന്റ് ആണ്. ഇന്ത്യ ചരിത്രത്തിൽ യൂറോപ്യൻ കോളനി യുഗത്തിന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. ഗോവയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ പേരാണ് വാസ്കോഡ ഗാമ. ഗോവയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ പേരാണ് വാസ്കോഡ ഗാമ. നമ്മൾ ഗോവയെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ചെയ്തതാണ് അല്ലെ? അതിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഗോവയുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ പനാജി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ അതിൽ ഗോവയെ പറ്റിയുള്ള ക്ലാസ്സിൽ പറയുന്നുണ്ട്. ആ ഷോർട്ട് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഓക്കെ, അപ്പൊ ഗോവയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ പേരെന്താണ്? വാസ്കോഡ ഗാമ. ഇങ്ങനെയും ചോദ്യം വരും. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദ്യം വരും. എവിടെയാണ്? ഗോവയിലാണ്. നമുക്ക് കിട്ടിയില്ലേ? വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ് കേട്ടോ. പഠിച്ചു വെക്കുക. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഗോവയിലാണ്. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഈ പേര് കേട്ടിട്ടുണ്ടോ? സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കും? സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാന്നൊക്കെ ചോദിച്ചാരാണ്? സർദാർ KM പണിക്കരാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പോ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്
സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ്. നമ്മൾ പഠിച്ചു അല്ലെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്? നമ്മൾ പഠിച്ചതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാലും നമ്മൾ തെറ്റിക്കില്ല അല്ലെ. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. ആരാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്? അതും മാനുവൽ രാജാവാണ് അല്ലെ. അതുപോലെ തന്നെ എന്ത് പഠിച്ചു? വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സർദാർ KM പണിക്കരാണ് അല്ലെ. എന്താണ് വിശേഷിപ്പിച്ചത്? വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ KM പണിക്കരാണ്. ഗോവയിലെ ഏറ്റവും വലിയ നഗരം ഏതാന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമ അല്ലെ. ആ സ്ഥലത്തിന്റെ പേരാണ് വാസ്കോഡ ഗാമ. ഇനി വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ചോദ്യം ചിലപ്പോൾ തെറ്റിച്ചു വരും. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ് എന്ന് വന്നാൽ നമുക്ക് കിട്ടണം. അല്ല, വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എപ്പോഴാണ് വാസ്കോഡ ഗാമ യാത്ര തിരിച്ചത്? വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടത് അതെപ്പോഴാണ്? 1497 1497 ഏത് കപ്പലിൽ കയറിയിട്ടാണ് വാസ്കോഡ ഗാമ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്? അപ്പൊ വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ എന്നാണ്. വാസ്കോഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ നമ്മൾ പഠിക്കാണ്ട്. ഏതൊക്കെയാണ് വാസ്കോഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകളാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആര് എന്ന് ചോദിച്ചാലും മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. വാസ്കോഡ ഗാമ എത്ര തവണയാണ് കേരളത്തിലെത്തിയിട്ടുള്ളത്? ആദ്യം എപ്പോ എത്തി? 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വാസ്കോഡ ഗാമ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. കോഴിക്കോട് കാപ്പാട് വന്നിട്ടാണ് കപ്പൽ ഇറങ്ങിയത് 1498 മെയ് 20. പിന്നെ എപ്പോഴൊക്കെയാണ് വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ചത്? 1502, 1502, 1524, 1502, 1524. ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായിട്ട് വാസ്കോഡ ഗാമ സമീപിച്ച കേരളീയ രാജാവ് ആരായിരുന്നു? അത് സാമൂതിരിയാണ് കേട്ടോ. ആദ്യ സന്ദർശന വേളയിൽ ആദ്യം പോയി സമീപിച്ച രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് സാമൂതിരിയാണ്. ആദ്യം പോയിട്ട് സമീപിച്ചു. ഇപ്പൊ ഞാനാണ് സാമൂതിരി. എന്നോട് വാസ്കോഡ ഗാമ വന്ന് ചോദിക്കണം, ആദ്യം എന്റെ അടുത്ത് വരുന്നു, ഞാനാണ് സാമൂതിരി. അപ്പൊ വാസ്കോഡ ഗാമ ആദ്യം എന്നോട് വന്നിട്ട് ചരക്കുകൾ ആവശ്യപ്പെട്ടാണ്, ഞാൻ നിരസിക്കണം, നടക്കൂല. അപ്പൊ വാസ്കോഡ ഗാമ സ്വാഭാവികമായിട്ടും വേറെ രാജാവിന്റെ അടുക്കൽ ചെല്ലും. അതാരാണ്? കോലത്തിരി. അപ്പൊ കോലത്തിരിയാണ് ചരക്കുകൾ നൽകിയത്. നിങ്ങളാണ് കോലത്തിരി, നിങ്ങളാണ് അവർക്ക് ചരക്കുകൾ നൽകിയത്. വാസ്കോഡ ഗാമക്ക് ചരക്കുകൾ നൽകിയത് ആരെന്ന് ചോദിച്ചാൽ കോലത്തിരിയാണ്. അപ്പൊ രണ്ടും ഉത്തരം വ്യത്യാസമല്ലേ? നിങ്ങൾ എന്ന് പറയുന്നതും ഞാൻ എന്ന് പറയുന്നതും വേറെ വേറെ ഉത്തരമാണ്. അപ്പൊ മാറിപ്പോരുത്. രാജാവ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരാ, ആ രാജാവിന്റെ പേര് നിങ്ങൾ അറിയണം. ആദ്യം പോയി സമീപിച്ചത് എന്നെയാണ്, സാമൂതിരിയാണ്. പിന്നെ വന്ന് സമീപിച്ചത് അല്ലെങ്കിൽ പിന്നെ ചരക്കുകൾ നൽകിയത് നിങ്ങളാണ്, കോലത്തിരിയാണ്. അപ്പൊ സാമൂതിരി ഞാനാണ് നിരസിച്ചത്. ഓക്കെ, ആദ്യം പോയി സമീപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് സാമൂതിരിയാണ് കേട്ടോ. ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. ഓക്കെ, ബാക്കി പോയിന്റ്സ് ഒന്നും കൂടി നോക്കാം. രണ്ടാം സന്ദർശന വേളയിൽ വാസ്കോഡ ഗാമയുടെ കപ്പൽ അടുപ്പിച്ച ദ്വീപ് പഠിക്കണം. അഞ്ചി ദ്വീപാണ്. ഏതാണ്? അഞ്ചി ദ്വീപിലാണ് വാസ്കോഡ ഗാമ രണ്ടാം സന്ദർശനം. എപ്പോഴാണ് രണ്ടാം സന്ദർശനം? 1502. ഇനി ആദ്യ സന്ദർശന വേളയിൽ എത്ര മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്? 60 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ ആദ്യ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോയത്. എത്രയാണ്? 60 മടങ്ങ് ലാഭവുമായിട്ടാണ് തിരിച്ചു പോയത്. ഓക്കെ, വാസ്കോഡ ഗാമ ചരക്കുകൾ നൽകിയ രാജാവ് കോലത്തിരിയാണ്. ഞാൻ പോയിന്റ് എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി വാസ്കോഡ ഗാമ വൈസ്രോയി ആയി കേരളത്തിലെത്തിയ വർഷം. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി കേരളത്തിലെത്തിയത് 1524 വാസ്കോഡ ഗാമ അന്തരിച്ച ദിവസം നമ്മൾ പഠിക്കണം. 2 ഒരു 24 ഉണ്ട്, നമ്മൾ അങ്ങനെ പഠിച്ചാൽ പോരെ. 1524. നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. കേരളത്തിൽ എത്തിയിട്ടാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലാസ്റ്റത്തെ വർഷമാണ്. ഓക്കെ, ഇടയത്തെ വർഷത്തിൽ വാസ്കോഡ ഗാമ അന്തരിച്ചിരുന്നെങ്കിൽ ലാസ്റ്റ് ഒരു വർഷം ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്താണ്? 1524 വാസ്കോഡ ഗാമ അന്തരിച്ചത് നമുക്കറിയാം. കാരണം എന്താ? നമ്മൾ 3 വർഷങ്ങൾ നമ്മൾ പഠിച്ചതാണ്. 1492,
1598, 1502, 1524. ഇതിൽ അവസാനം എത്തിയത് എപ്പോഴാണ്? 1524 ഇവിടെ വെച്ചാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്. 1524 ഞാൻ പറഞ്ഞു, രണ്ടിലും ഒരു 24 ഉണ്ട്. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. ഓക്കെ, വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. സെന്റ് ഫ്രാൻസിസ് ചർച്ച് എവിടെയാണ്? കൊച്ചിയിലാണ്. പിന്നീട് അത് ഭൗതിക ശരീരം എങ്ങോട്ട് കൊണ്ടുപോയി? 1539 പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ആ വർഷം പഠിക്കണം. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം എപ്പോഴാണ് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്? 1539. ഓക്കെ, മരണം അടിഞ്ഞത്, വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്. പിന്നെ എവിടെയാണ് അടക്കം ചെയ്തത്? ലിസ്ബണിലാണ് കേട്ടോ. എവിടെയാണ്? ജെറോണിമസ് കത്തീഡ്രൽ. ചർച്ചിന്റെ പേരാണ് ജെറോണിമസ് കത്തീഡ്രൽ. ലിസ്ബണിലെ ചർച്ചാണ്. ഓക്കെ, ഇന്ത്യ ചരിത്രത്തിൽ യൂറോപ്യൻ കോളനി യുഗത്തിന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വാസ്കോഡ ഗാമയാണ്. ഗോവയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ പേരാണ് വാസ്കോഡ ഗാമ. അപ്പൊ വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇനി അടുത്തത് എന്താണ്? ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് അല്ലേ? ഇനി ഈ PDF നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ പെർഫെക്റ്റ് ആവും. ഇനി ഏതൊരു എക്സാമിനും വാസ്കോഡ ഗാമയെ പറ്റിയൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആലോചിക്കും. നിങ്ങൾക്ക് ഓരോ സംഭവം അറിയാം. കാരണം 1497 അവിടെ നിന്ന് യാത്ര തിരിച്ചാലേ 98 ഇവിടെ എത്തുള്ളൂ. അപ്പൊ 2 വർഷങ്ങൾ നിങ്ങൾ അങ്ങനെ പഠിച്ചു. 3 വട്ടം വാസ്കോഡ ഗാമ ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ? 98, 502, 524. അവസാനം 524 വന്ന്. അന്ന് വാസ്കോഡ ഗാമ അന്തരിച്ചേ 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. ഇനി വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് അൽവാരോ ബെൻഹോ ആണ്. എല്ലാ പോയിന്റ്സും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓപ്ഷൻ കാണേണ്ട താമസം നമ്മൾ കറുപ്പിക്കും, അത് ഉറപ്പല്ലേ. ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഏകദേശം ഇത് കിട്ടും. കാരണം എന്താ? 60 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്. നമ്മുടെ ഉള്ളിൽ അതുണ്ട്. 100 മടങ്ങ് എന്ന് അവിടെ തന്നത് തെറ്റാണ്. 40 മടങ്ങ് എന്ന് അവിടെ തന്നത് തെറ്റാണ്. എത്രയാണ്? 60 മടങ്ങ് ലാഭവുമായിട്ടാണ് വാസ്കോഡ ഗാമ തിരിച്ചു പോയത്. ഓക്കെ, വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം എടുത്തു കൊണ്ടുപോയത് എപ്പോഴാണ്? പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് 1539. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച എല്ലാ ഭാഗവും ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.